بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിനെ ആസ്പദമാക്കിയാണ്. സർവസ്തുതിയും പരിപാലകന് എന്നതാണ് ഇന്നത്തെ വിഷയം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹയിൽ രണ്ടാമത്തെ ആയത്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്. ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ സംബന്ധിച്ച് ഇന്നലെ നാം സംസാരിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കി മാത്രമേ ഓരോ ആയത്തുകളെ സംബന്ധിച്ചും നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. എത്രയോ വർഷങ്ങൾ ഒരൊറ്റ ആയത്തിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞാൽ തീർക്കാൻ നമുക്ക് സാധ്യമല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഏതൊരു മനുഷ്യനും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു വാചകമാണ് അൽഹംദുലില്ലാഹ്. ഏറ്റവും സത്യമായൊരു വാചകമാണ് അൽഹംദുലില്ലാഹ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അൽഹംദുലില്ലാഹ് എന്ന പദം, എന്ന വാചകം പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാചകം തന്നെ പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്നാണ് നാം അതിന് സാധാരണയായി അർത്ഥം പറയാറുള്ളത്. എന്താണ് സ്തുതി? എന്തിനാണ് സ്തുതി എന്ന് പറയുന്നത്? മഹാനായ ഇമാം ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന അഴകായ കാര്യങ്ങൾ ആസ്പദമാക്കി നാവുകൊണ്ട് ആദരിച്ച് നല്ലത് പറയുന്നതിനാണ്, സ്തുതി പറയുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത്. അത് സ്വന്തത്തിൽ തന്നെയുള്ള മറ്റൊന്നിലേക്ക് വിട്ടുകടക്കാത്ത മഹത്വത്തിന്റെ പേരിൽ ആകാം, മറ്റൊരാളിലേക്ക് വിട്ടുകടക്കുന്ന മഹത്വത്തിന്റെ പേരിലും ആകാം. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കഴിവുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അത് അല്ലാഹുവിന്റെ ഒരു വലിയ മഹത്വമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കൊടുക്കുന്നവനാണ്. അത് മറ്റുള്ളവരിലേക്ക് വിട്ടുകടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാ വിഷയത്തിലും എല്ലാ നിലക്കും എല്ലാം കൊണ്ടും ആര് എവിടെ എത്ര എങ്ങനെ സ്തുതിച്ചാലും എല്ലാ സ്തുതിയുടെയും ഉടമസ്ഥനായി
എല്ലാ പുകഴ്ത്തലുകളുടെയും അവകാശിയായി ഉള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അൽഹംദുലില്ലാഹ്. ആര് എന്ത് ആവശ്യത്തിന് പുകഴ്ത്തി പറഞ്ഞാൽ, ഏത് വിഷയത്തെ നാം സ്തുതിച്ചു പറഞ്ഞാൽ അതിന്റെ എല്ലാം ഉടമസ്ഥാവകാശം, അതെല്ലാം കൊടുത്തിട്ടുള്ളവൻ അല്ലാഹുവാണ് എന്നതുകൊണ്ട് എല്ലാ സ്തുതികളുടെയും അവകാശി അല്ലാഹുവാണ്. അതാണ് സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഒന്നുകൂടി പറയാം, അതൊരു സത്യമായ യാഥാർത്ഥ്യമായ വസ്തുതയായ ഒരു വിഷയമാണ്. അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതൊക്കെ സത്യമായ പ്രസ്താവനകളാണ്. ആ പ്രസ്താവനകൾ അല്ലാഹു തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്, സത്യമായ പ്രസ്താവനകളാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഏതായാലും സത്യമാണ്. അശ്ഹദു എന്ന് അവൻ പറഞ്ഞത് അവൻ മനസ്സിൽ ഉണ്ടായിട്ട് പറഞ്ഞതാണോ അല്ലെങ്കിൽ മനസ്സിൽ ഇല്ലാതെ അവൻ കളവായിട്ട് പറഞ്ഞതാണോ എന്നതിൽ സംശയത്തിന് അവകാശം ഉണ്ട്. അതേസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വസ്തുതയാണ്, അതൊരിക്കലും കളവാകാൻ തരമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരിക്കലും കളവാവുകയില്ല. അല്ലാഹു അക്ബർ എന്നതൊരിക്കലും കളവാവുകയില്ല. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന പ്രസ്താവന ഒരിക്കലും കളവാവുകയില്ല. ഇതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ആദ്യം തന്നെ പറഞ്ഞു അല്ലാഹു അക്ബർ. സത്യപ്രസ്താവനയാണ്. അല്ലാഹു വലിയവനാണ്. അതാര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അല്ലാഹു വലിയവൻ തന്നെ, അത് സത്യമാണ്. ആരും പറഞ്ഞില്ലെങ്കിലും അല്ലാഹു വലിയവൻ തന്നെ, എല്ലാവരും പറഞ്ഞാലും അല്ലാഹു വലിയവൻ തന്നെ, അല്ലാഹു വലിയവൻ തന്നെ. അതേ സമയത്ത് ബാങ്കിന്റെ അവസാനത്തെ വാചകം നിങ്ങൾ കണ്ടോ? ബാങ്കിന്റെ ശേഷമുള്ള വാചകത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മനുഷ്യൻ ബാങ്കിന്റെ അവസാനത്തിൽ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. അതെന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല എന്ന ആശയം ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. അത് സത്യം ഉദ്ദേശിച്ച് കാപട്യമില്ലാതെ പറഞ്ഞവൻ പറഞ്ഞാൽ അത് പൂർണ്ണമായും അവന്റെ പ്രസ്താവന പൂർണ്ണമായും ശരിയാണ്. അല്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം ശരിയാണ്. അവസാനം ബാങ്ക് നിർത്തുന്നത് കളവ് ഒരു നിലക്കും വരാൻ പറ്റാത്ത വാചകം പറഞ്ഞുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരിക്കലും കളവാവുകയില്ല. ഇതുപോലെ ഒരിക്കലും കളവാകാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട വാചകമാണ് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അങ്ങനെ അല്ലാഹുവിനെ ആദരിച്ചുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തി പറയുക, അതാണ് ഹംദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ മഹാനായ സക്കരിയ അൽ-അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ വിശദീകരിച്ചു, ഉറുഫിൽ ഗുണം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയെ, ആ വ്യക്തിയെ ആദരിക്കുന്ന ഏത് പ്രവർത്തിക്കും ഹംദ് എന്ന് പറയൽ ഉണ്ട്. പക്ഷേ ഇവിടെ അൽഹംദുലില്ലാഹ് എന്ന് മനുഷ്യൻ നാവ് കൊണ്ട് പറയുന്നു എന്ന് മാത്രം അല്ല, അള്ളാഹു തന്നെ തുടക്കമില്ലാത്ത നിലക്ക് അള്ളാഹുവിനെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു അൽഹംദുലില്ലാഹ്. ഇനി സൃഷ്ടികൾ പറഞ്ഞാലും സിത്താവ് പറഞ്ഞാലും എല്ലാം അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിന് അവകാശപ്പെട്ടത് തന്നെ. അതിൽ ഒരു പതിരും വരാൻ സാധ്യതയില്ല.
സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് പറയുന്ന ഈ ആയത്ത്, അൽഹംദുലില്ലാഹ്, അവൻ നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവൻ അല്ലാഹുവാണെന്ന നിലക്ക് തന്നെ സർവസ്തുതിയും അവൻ അവകാശപ്പെട്ടതാ. അവൻ നമുക്ക് ഗുണം ചെയ്താലും ചെയ്തില്ലെങ്കിലും അല്ലാഹു സർവസ്തുതിയുടെയും അവകാശി തന്നെയാണ്. ആ അല്ലാഹു ലോകത്ത് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇന്നലെ നാം സൂചിപ്പിച്ചിട്ടുണ്ട്. അർ-റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന കാരുണ്യം ജ്വലിക്കുന്ന റബ്ബ് എന്നതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ കാരുണ്യം ജ്വലിക്കുന്ന റബ്ബ് അവൻ വിശാലമായ കാരുണ്യം ചെയ്യുന്നവനാണ്, അവൻ പ്രത്യേകമായ കാരുണ്യവും ചെയ്യുന്നവനാണ് എന്നാണല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ മഹത്തായ ആയത്ത് വിവരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത്. ആ കാരുണ്യം ചെയ്യുന്ന റബ്ബിനെ എന്തുകൊണ്ടും സ്തുതിക്കാൻ അവൻ അർഹതപ്പെട്ടവനാണല്ലോ. കാരുണ്യം ചെയ്യുന്ന റബ്ബ്, കാരുണ്യം ചെയ്യുന്നവനായ അല്ലാഹുവിന്റെ പേരുകൊണ്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ പേരുകൊണ്ട് ബറക്കത്തെടുത്ത് ആരംഭിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യൻ ഉടനെ തന്നെ പറയുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ മഹത്തായ കാരുണ്യങ്ങളും അനുഗ്രഹങ്ങളും ജ്വലിക്കുന്ന റബ്ബ്, ആ റബ്ബിനാണ് സർവസ്തുതിയും, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അവൻ അള്ളയാണെന്ന നിലക്ക് തന്നെ സർവസ്തുതികൾക്കും അർഹതപ്പെട്ടവനാണ്. അവൻ സർവസ്തുതിയുടെയും ഉടമസ്ഥനാണ്. അത് പറഞ്ഞ ഉടനെ അതാ റബ്ബിൽ ആലമീൻ, അവൻ സർവ ലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവനാണ്. ഈ പരിശുദ്ധ ഖുർആൻ അതിന്റെ പ്രാരംഭത്തിൽ കാണുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ഈ ഖുർആൻ അവതരിപ്പിച്ചതും അവൻ ജനങ്ങളെ പോറ്റി വളർത്തുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ്, ജനങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നമുക്ക് കാണാം അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. സർവസ്തുതിയും അല്ലാഹുവിനാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്? അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഈ മഹത്തായ പരിശുദ്ധ ഖുർആൻ അവന്റെ പ്രത്യേകക്കാരനായ അടിമ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് മറ്റൊരു സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നു. അതേ റബ്ബ് തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അതേ പരിശുദ്ധ ഖുർആൻ അതിനെ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ സംശയത്തിന് അവകാശമില്ല. അത് റബ്ബിൽ നിന്നുള്ള അവതരണമാണ്. അതേ ആ റബ്ബാനാണ് ലാ റൈബ ഫീ, സംശയത്തിന് അവകാശമില്ലാത്ത ഈ ഗ്രന്ഥം മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവിൽ നിന്നാണ്. ഇനി മറ്റൊരായത്തിൽ നിങ്ങൾക്ക് കാണാം ഖുർആനിന്റെ അവതരണത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഖുർആൻ തന്നെ പറയുന്നു ഹമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ. റഹ്മാനും റഹീമുമായ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ. അപ്പോൾ റഹ്മാനും റഹീമുമായ റബ്ബ്, റബ്ബുൽ ആലമീനായ അല്ലാഹു തആല, റഹ്മാനും റഹീമുമായ അല്ലാഹു തആല അവൻ ഈ ഭൂമി ലോകത്ത് അവന്റെ കാരുണ്യമായി ലോകത്ത് അവതരിപ്പിച്ചിട്ടുള്ള മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ പേരിലും എന്തിന്റെ പേരിലും എല്ലാ സ്തുതിയും അല്ലാഹുവിന് തന്നെ. എന്തിന്റെ പേരിൽ ആര് സ്തുതിച്ചാലും സർവസ്തുതിയുടെയും അതാ അവകാശിയും ഉടമസ്ഥനും അധികാരസ്ഥനും അല്ലാഹു തന്നെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു ജല്ല ജലാലുഹു ആണല്ലോ ആകാശങ്ങളും ഭൂമികളും സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ തന്നെയാണല്ലോ നക്ഷത്രങ്ങളും ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ചിട്ടുള്ളത്.
അവൻ തന്നെയാണല്ലോ മനുഷ്യരെയും മലക്കുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ തന്നെയാണല്ലോ ജിന്നുകളെയും മറ്റു ജീവികളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. വന്യമൃഗങ്ങളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ലോകത്തുള്ള എല്ലാ ജീവികളെയും എല്ലാ പറവകളെയും എല്ലാ സസ്യങ്ങളെയും എല്ലാ മത്സ്യങ്ങളെയും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവനാണല്ലോ അല്ലാഹു ജല്ല ജലാലുഹു. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, പെട്ടെന്ന് തന്നെ ശത്രുക്കൾ ആക്രമിക്കാൻ സാധ്യതയുള്ള ജീവിയാണല്ലോ പക്ഷി. ആ പക്ഷി അതിന്റെ ഭക്ഷണമാണെങ്കിലോ വളരെ ദൂരങ്ങളിലാണല്ലോ, അതേ പല മരങ്ങളുടെയും മേലെയാണല്ലോ വെച്ചിട്ടുള്ളത്. പക്ഷിയുടെ ഭക്ഷണം അതുപോലെ പലപ്പോഴും കടലിലാണല്ലോ വെച്ചിട്ടുള്ളത്, പുഴയിലാണല്ലോ വെച്ചിട്ടുള്ളത്. പക്ഷിയുടെ ഭക്ഷണം വളരെ അകലങ്ങളിലല്ലേ ഉള്ളത്. അതിന്റെ പുറമേ ആ പക്ഷിയാണെങ്കിലോ ആരും അതിനെ ആക്രമിക്കാൻ കാരണമാകുന്നൊരു ജീവിയാണല്ലോ. അതുകൊണ്ട് തന്നെ ജീവികളുടെ കൂട്ടത്തിലെ ഏറ്റവും സ്പീഡിൽ പോകാൻ, ഏറ്റവും സ്പീഡിൽ അങ്ങെത്താനുള്ള പ്രത്യേകമായ കഴിവ് കൊടുത്തിട്ടുള്ളത് പക്ഷികൾക്കാണല്ലോ. അല്ലാഹു തആല അവന്റെ സൃഷ്ടികളെ പോറ്റി വളർത്തുന്നതിന്റെ ഒരു ചെറിയ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പക്ഷികളാണല്ലോ പറന്നു പോകുന്നത്. ആ പക്ഷികളാണല്ലോ കൂടുതൽ എതിരാളികളുള്ള ജീവി. ആർക്കും പക്ഷിയെ പിടിക്കണമെന്ന് തോന്നലല്ലേ, ആർക്കും പക്ഷിയെ കൈ അതേ പിടിച്ചു തിന്നണമെന്ന ചിന്തയല്ലേ. അതുകൊണ്ട് തന്നെ അതിന്റെ ഭക്ഷണമാണെങ്കിൽ ദൂരങ്ങളിലാണല്ലോ. അതുകൊണ്ട് മറ്റു ജീവികൾക്കൊന്നും കൊടുക്കാത്ത വളരെ പെട്ടെന്ന് സ്പീഡിലെത്താനുള്ള ചിറക് കൊടുത്തുകൊണ്ടാണല്ലോ പക്ഷികളെ അല്ലാഹു പടച്ചിട്ടുള്ളത്. എന്നാൽ സഹോദരന്മാരെ, ഓരോ ജീവികളെയും നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഓരോ ജീവികൾക്കും അല്ലാഹു തആല കൊടുത്തിട്ടുള്ള കഴിവുകൾ. ഒരു ചെറിയ കൊതുകിനെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ. ആ കൊതുകിന്റെ ശരീരത്തിലുള്ള ഒരു ചെറിയ സൂചി, ആ സൂചി മനുഷ്യന്റെ ശരീരത്തിൽ കടത്തിയിട്ട് ആ കൊതു അത് ആ രക്തം ഉമ്മിയെടുക്കുന്നു. എന്തൊരു സംവിധാനമാണ്! ഇതിന്റെ ഉള്ളിലൂടെ രക്തം കയറിപ്പോകാൻ മാത്രം ഈ സൂചിക്ക് വലിപ്പം നമ്മൾ കാണുന്നില്ല. പക്ഷേ സൂചിയിലൂടെ അത് രക്തം വലിച്ചെടുക്കുന്നത് നമ്മൾ കാണുകയാണ്. ആ ജീവിക്ക് വേറെ ഒരു രൂപമാണ് കൊടുത്തത്. ഇതുപോലെ ഓരോ ജീവികളെയും എടുത്ത് പരിശോധിച്ചാൽ അത്ഭുതമല്ലേ? എന്തിനധികം പറയണം, നമ്മുടെ കൈകൾ നിങ്ങളൊന്ന് എടുത്ത് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ശരീരം ഉണ്ടല്ലോ, ശരീരത്തിന്റെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലാഹു തആല അവയവങ്ങൾ തന്നില്ലേ? ഈ അവയവങ്ങൾ നമ്മുടെ കൈയൊന്നെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നിനക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഭക്ഷണം നിന്റെ മുന്നിലെത്തിയാൽ തന്നെ തൊള്ളയിലെത്തണമെങ്കിൽ അതിന് സഹായിക്കാൻ അല്ലാഹു തആല കൈ തന്നു. ആ കൈയിനെ അല്ലാഹു പടച്ചതെങ്ങനെ? ആ കൈയിനെ അല്ലാഹു പടച്ചത് അടുത്തുള്ളത് എടുക്കാൻ വേണ്ടി മടക്കാനും തിരിക്കാനും പറ്റുന്ന രൂപത്തിലാണ്. ദൂരെയുള്ളത് എടുക്കാൻ വേണ്ടി നീട്ടാൻ പറ്റുന്ന രൂപത്തിലുമാണ്. ഇനി നിങ്ങൾ നോക്കൂ, മടക്കി വെച്ചാൽ ഒരു വിഷമമില്ലാത്ത രൂപത്തിൽ മടക്കാവുന്ന ശൈലിയിലാണ്. ഇനി നിങ്ങൾ നോക്കൂ, ആ കൈ തന്നെ നിങ്ങൾ നോക്കിയാൽ അതിന്റെ കൈപ്പടം നോക്കൂ. ഈ കൈപ്പടം അത് നിവർത്താനും അതുപോലെ ആ മടക്കാനുമുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തിരിക്കുകയാണ്. ഇതിങ്ങനെ നിവർത്തി വെച്ചാൽ ഒരു ചൂല് പോലെയാണ്, അത് എന്തും തുടക്കാൻ കഴിയും. നേരെ മറിച്ച് അതൊന്ന് ഇങ്ങനെ പിടിച്ചാലോ അതൊരു കോരിയാണ്. ഇനി നിങ്ങളൊന്ന് നോക്കൂ സഹോദരന്മാരെ, ഇവിടെ തന്നെ ഈ കയ്യിന്റെ വിരലുകൾ അല്ലാഹു തആല വെവ്വേറെയാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയല്ലാതെ കൈ മുഴുവനും ഒരൊറ്റ പലകയായിട്ടാണെങ്കിൽ നമ്മളെ തെങ്ങുമ്മ കയറലെങ്കിനെ, കവുങ്ങുമ്മ കയറലെങ്കിനെ, പോകട്ടെ വസ്തുക്കൾ നുള്ളിയെടുക്കലെങ്കിനെ, ഭക്ഷണം തന്നെ നമ്മൾ നുള്ളിയെടുക്കലെങ്കിനെ, നമുക്കൊരു പഴം കിട്ടിയാൽ അത് മുറിക്കലെങ്കിനെ, പപ്പടം നുറുക്കലെങ്കിനെ, ഇടിച്ചു നുറുക്കേണ്ടി വരില്ലേ? മത്സ്യം നമ്മൾ അതിൽ നിന്ന് എടുക്കലെങ്കിനെ, മത്സ്യം ഒന്നളയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും കോരി അങ്ങ് തൊള്ളയിലിടേണ്ടി വരില്ലേ? അതുകൊണ്ട് തന്നെ പെറുക്കിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കയ്യിന്റെ വിരലുകൾ അല്ലാഹു നമുക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി തന്നത് കണ്ടില്ലേ? എന്നിട്ടും അതിന്റെ ആ വിരലിന്റെ അവസാനത്തിൽ അഗ്രത്തിൽ ഒരു നഖം കൊടുത്തത് കണ്ടില്ലേ? കാരണം തോല് പൊളിക്കേണ്ട സാധനങ്ങളുണ്ടല്ലോ, അതുപോലെ ചിലതൊക്കെ നുള്ളിപ്പറിക്കേണ്ടതുണ്ടല്ലോ. അതിന് വളരെ ചെറിയ നഖവും അതിന്റെ അവസാനത്തിൽ കൊടുത്തത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇനി സഹോദരന്മാരെ, ആ കൈ തന്നെ അത് തന്നെ ചിന്തിച്ചാൽ എത്ര അത്ഭുതമാണ്. ഇനി ആ കയ്യിന്റെ വിരലുകൾ നിങ്ങളൊന്ന് പരിശോധിക്കൂ. എല്ലാ വിരലും ഒന്നായിട്ടാണെങ്കിൽ പിടിച്ചാലുണ്ടോ ഒരു പിടുത്തം കിട്ടുന്നു.
മാത്രമല്ല അതിനുണ്ട് ഒരു ശക്തി കിട്ടുന്നു. അതുകൊണ്ട് ഒരു വിരലിനെ വേറെ നിർത്തി മറ്റുള്ളതിനെ വേറെയാക്കി ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ പിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പ്രത്യേകമായ ഒഴിവും കൊടുത്തില്ലേ. എത്ര അത്ഭുതകരമാണ് അല്ലാഹുവിന്റെ സൃഷ്ടി, അല്ലാഹുവിന്റെ നിയന്ത്രണം. അങ്ങനെ ഓരോ സൃഷ്ടികളെയും അത്ഭുതകരമായ രൂപത്തിൽ പടച്ച് പോറ്റി വളർത്തുന്ന രാജാവ്. ഇനി നിങ്ങൾ ആ തൊള്ളയിലേക്കിടുന്ന ഭക്ഷണത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഭക്ഷണം കഴിക്കുന്ന തൊള്ള, ആ തൊള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 താടിയെല്ലുകളെന്ന കൊടുത്തിരിക്കുന്നു. മേലെയുള്ളത് നിന്ന നൃത്തമാണ്, അത് അനങ്ങുന്നില്ല. പക്ഷേ താഴെയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങുന്നതാണ്. ആ തൊള്ള കൊണ്ട് നമുക്ക് കടിച്ചുകൊണ്ട് തിന്നാൻ വേണ്ടി പല്ലുകൾ നൽകിയിരിക്കുന്നു. അവിടെ നിങ്ങൾ കണ്ടില്ലേ, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ തൊള്ളയിൽ പല്ലില്ല. എല്ലാം കൊടുത്ത റബ്ബന്റെ പല്ല് ഫിറ്റ് ചെയ്യാതെ മനുഷ്യരെ ഇങ്ങോട്ട് പറഞ്ഞേച്ചത്. എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പല്ല് മാത്രം ഫിറ്റ് ചെയ്തിട്ടില്ല. എന്തേ? അത് ഫിറ്റ് ചെയ്യുന്ന ആൾ എത്താത്തത് കൊണ്ട് പരിപാടി നടത്തിയതല്ല, മറിച്ച് പല്ല് ഫിറ്റ് ചെയ്യാതെ മനുഷ്യൻ വന്നെങ്കിലേ അവര് ജീവിക്കാൻ കഴിയൂ. കാരണം ഈ പല്ലുണ്ടെങ്കിൽ ഉമ്മയുടെ മുല കുടിക്കുന്ന സമയത്ത് കുട്ടി കടിച്ചു പോകും. കടിച്ചാൽ ഉമ്മയുടെ മുല പഴുക്കും, പഴുത്താൽ ഉമ്മ രാജിവെക്കും. രാജിവെച്ച ആ ബാപ്പയ്ക്ക് ഇതിനൊട്ട് സാധ്യവുമല്ല. ഈ ഉമ്മ ഈ കുട്ടി പട്ടിണി കിടന്ന് ചത്തുപോകും. അതുകൊണ്ട് തന്നെ പല്ല് കൊടുക്കാതെ കുട്ടിയെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിന്റെ വളർത്തല് നോക്കൂ നിങ്ങൾ. അങ്ങനെ കൊടുത്ത് ഈ ഭൂമിയിൽ വന്ന കുട്ടി ആദ്യകാലത്ത് കിട്ടുന്നതൊക്കെ തൊള്ളയിലിടുന്ന കാലമാണ്. അക്കാലത്ത് കൊടുക്കുന്നത് താൽക്കാലിക പല്ലാണ്. കാരണം കേടുവരുന്ന കാലമാണ്, ആവശ്യമില്ലാത്തത് ചവക്കുന്ന കാലമാണ്. അതുകൊണ്ട് അന്ന് കൊടുക്കുന്നത് താൽക്കാലിക പല്ലാണ്, പിന്നീട് പെർമനന്റ് പല്ലാണ്. പലരുമില്ല ഈ വിസിറ്റ് വിസയും എടുത്തിട്ട് വിദേശത്ത് പോയി നല്ല ജോലി കിട്ടുകയാണെങ്കിൽ പെർമനന്റ് വിസയാക്കുന്നവർ. സഹോദരന്മാരെ, ആദ്യത്തേത് താൽക്കാലികമാണ്, രണ്ടാമത്തേത് പെർമനന്റ്, എപ്പോൾ നിലനിൽക്കുന്നതാണ്. ഇനി നിങ്ങളൊന്ന് നോക്കൂ, ആ പല്ല് തന്നെ അല്ലാഹു പടച്ചത് ഒരു 3 തരത്തിലല്ലേ? എന്തേ? ചില സാധനങ്ങൾ നമുക്ക് കടിച്ച് മുറിക്കേണ്ടതുണ്ട്. അതിന് മുന്നിൽ അല്ലാഹു തആല തന്നെ നല്ല ഉളി പോലുള്ള പല്ലാണ്. അതേ, നമുക്ക് പഴം കടിക്കുമ്പോൾ മറ്റു പലതും കടിക്കുമ്പോൾ മുറിക്കാൻ വേണ്ടി ഉളി മാതിരിയുള്ള പല്ലല്ലേ 3-4 അല്ലാഹു തന്നിട്ടുള്ളത്. എന്നാൽ ചില സാധനം കടിച്ച് പൊട്ടിക്കേണ്ടതുണ്ട്. അതിന് പടച്ചവൻ അതാ ഒരു ഭാഗത്ത് തന്നിരിക്കുന്നു മറ്റൊരു സൈസ് പല്ല്. അത്രത്തോളം മൂർച്ചയുള്ള ഉളിയല്ല, പൊട്ടിക്കാൻ പറ്റുന്ന പല്ലൊരു ഒരു ഭാഗത്ത് തന്നിരിക്കുന്നു. എന്നാൽ നന്നായിട്ട് ഇതൊന്ന് ഇടിച്ചു പൊടിക്കേണ്ടതുണ്ടല്ലോ, അതിന് ഇടിക്കാൻ വേണ്ടി അതാ 2 അരുകളിലായിട്ട് വലിയ അണപ്പല്ലുകളും തന്നിരിക്കുന്നു. ഒന്ന് മുറിക്കാൻ, ഒന്ന് പൊട്ടിക്കാൻ, ഒന്ന് ഇടിക്കാൻ. ഇങ്ങനെ 3 തരത്തിലുള്ള പല്ലുകളല്ലേ മനുഷ്യന്റെ തൊള്ളയിൽ അല്ലാഹു നൽകിയിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഇടി നടക്കണമെങ്കിൽ പരസ്പരം ഒന്ന് ഒരസല് നടക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അതേ, നമ്മൾ അമ്മി കാണുന്നില്ലേ, അതിന്റെ ആസിങ്ങനെ ചുറ്റുകയോ അല്ലെങ്കിൽ അമ്മി തിരിയുകയോ രണ്ടിലൊന്നില്ലാതെ അരച്ചു കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അടിയിലെ താടിയുണ്ടല്ലോ, അതിങ്ങനെ നമുക്ക് ഇത് ഇടിച്ചു കിട്ടാൻ വേണ്ടി, അരച്ചു കിട്ടാൻ വേണ്ടി അത് അനക്കാനുള്ളതാണ്. അതനക്കുമ്പോൾ മുന്നോട്ട് മനക്കാം, പിന്നോട്ട് മനക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മനക്കാം. അങ്ങനെയല്ലേ നമ്മുടെ താടി, അടിയിലെ താടിയുള്ളത്. നേരെ മറിച്ച് മേലെയുള്ളതോ മൂപ്പര് നിന്ന നൃത്തമാണ്, അത് നിങ്ങൾക്ക് മുന്നോട്ടും താഴോട്ടുമൊന്നും അനക്കാൻ സാധ്യമല്ല. രണ്ടും കൂടി അനങ്ങുകയാണെങ്കിലോ കാര്യം അപകടമാണ്. കാരണം ഇത് ശരിക്കും അരഞ്ഞു കിട്ടുകയില്ല. ഈ രൂപത്തിൽ നമ്മുടെ തൊള്ളയിൽ തന്നെ അല്ലാഹു തആല സൃഷ്ടിപ്പിൽ വെച്ചിട്ടുള്ള അത്ഭുതങ്ങൾ എത്രയാണ്. പക്ഷേ തൊള്ള കൊണ്ട് ധാരാളം തിന്നുന്ന മനുഷ്യൻ ഈ അത്ഭുതത്തെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നില്ല. അവന് കിട്ടിയ കൈയെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അവന്റെ വിരലിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അവന്റെ അവയവങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ലോകത്തിന്റെ സൃഷ്ടാവ് നൽകിയത് എത്ര അത്ഭുതകരമാണ്. ഇനി നിങ്ങൾ കണ്ടില്ലേ, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിക്ക് മുലപ്പാൽ വെച്ചത് ഉമ്മയുടെ മുലയിലാണ്. എന്തേ പടച്ച റബ്ബ് ബാപ്പന്റെ മുലയിൽ കൊടുക്കാതിരുന്നത്? ബാപ്പയോട് അല്ലാഹുവിന്റെ കൽപ്പന, നീ അധ്വാനിച്ച് ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ
ബാപ്പ പലപ്പോഴും അങ്ങാടിയിൽ ചിലപ്പോൾ ചുമട്ടുതൊഴിലാളിയായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിയാരാണ് ചിലപ്പോൾ സ്റ്റേജുമ്മലായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ഡ്രൈവറാണെങ്കിൽ ചിലപ്പോൾ വയനാട്ടിലായിരിക്കും. അപ്പൊ ഈ കുഞ്ഞൻ കരഞ്ഞാൽ കുട്ടിക്കുണ്ടോ മുല കിട്ടുന്നു സഹോദര. അതുകൊണ്ട് തന്നെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി അല്ലാഹു നിർദ്ദേശിച്ച വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വഖിംനസ്സലാ. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി അല്ലാഹു നിർദ്ദേശിച്ച, ജോലിക്ക് വേണ്ടി പുറത്തു പോയിട്ട് അതാ ഭർത്താവിന് ചെലവ് കൊടുക്കണമെന്ന് നിർദ്ദേശമില്ലാത്ത, മക്കൾക്ക് ചെലവ് കൊടുക്കണമെന്ന് നിർദ്ദേശമില്ലാത്ത, കുടുംബം പോറ്റണമെന്ന് നിർദ്ദേശമില്ലാത്ത ഉമ്മമാരില്ലേ, സ്ത്രീകളില്ലേ, അവർക്കല്ലേ കുട്ടി കരയുമ്പോൾ എടുത്ത് മുല കൊടുക്കാൻ, കുട്ടിയുടെ സമീപത്ത് തന്നെ നിൽക്കാൻ സാധിക്കുക, അവർക്കല്ലേ കുട്ടിയുമായി എപ്പോഴും ബന്ധപ്പെടാൻ കഴിയുക. അതുകൊണ്ട് ഉമ്മയുടെ മുലയിൽ അല്ലാഹു പാല് കൊടുത്തു. അതേ സമയത്ത് ഇറങ്ങിപ്പോകേണ്ട പുരുഷന്റെ മുലയിൽ അല്ലാഹു പാല് നിക്ഷേപിച്ചില്ല. കാരണം കരയുമ്പോൾ ഈ കുട്ടിക്ക് ലഭിക്കേണ്ടതല്ലേ പാല്. റബ്ബുൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകം മുഴുക്കെ എല്ലാ സൃഷ്ടികളെയും എല്ലാ ലോകത്തെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്നവനെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ആ റബ്ബിന് തന്നെയാണ് സർവസ്തുതികളും, ആ റബ്ബിന് തന്നെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, ഇങ്ങനെ നാം വിശദീകരിച്ചാൽ മാസങ്ങളോളം പറയാനില്ലേ പടച്ചവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്. അല്ല, മരിക്കുന്നത് വരെ പറഞ്ഞാൽ തീരുമോ? വഇൻ തഉദ്ദൂ നിഅ്മതല്ലാഹി ലാ തുഹ്സൂഹാ. അതെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാനൊരുങ്ങിയാൽ അതൊരിക്കലും തന്നെ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ജനങ്ങളെ ആത്മീയമായും വളർത്തിയെടുക്കുന്നു. ആത്മീയമായ വളർച്ചക്ക് അനിവാര്യമായ ഒരു ഗ്രന്ഥമാണ് അല്ലാഹു അവതരിപ്പിച്ചത്. എന്തിന്? മനുഷ്യൻ ഇരുട്ടിൽ പെട്ടുപോകാതെ വെളിച്ചത്തിലായി ജീവിക്കണം. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. ഖുർആൻ അവതരിപ്പിച്ചത് നബിയെ അങ്ങയിലേക്ക് ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിച്ചു കൊണ്ടുവരാനാണ്. പക്ഷേ അത് റബ്ബ് തൗഫീഖ് കൊടുത്തവർക്ക് അതിന് കഴിയൂ. അങ്ങനെ അല്ലാഹു തആലയുടെ അനുമതി ഉള്ളവർക്ക്, അതേ ഹമീദും അസീസുമായ അല്ലാഹുവിന്റെ വഴിയിലേക്ക്, വെളിച്ചത്തിലേക്ക് ഖുർആൻ മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവ് ആത്മീയമായ വളർച്ചയിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ഏറ്റവും വലിയ ഇരുട്ട് അത് കുഫറിന്റെ ഇരുട്ടാണ്, അവിശ്വാസത്തിന്റെ ഇരുട്ടാണ്, അല്ലാഹുവിനെ അറിയാൻ കഴിയാത്ത ഇരുട്ട്. ഏറ്റവും അറിയപ്പെടുന്നവൻ അല്ലാഹു അല്ലേ? കാരണം ഏത് വസ്തുവും അല്ലാഹു ഉണ്ടെന്ന് അറിയിക്കുന്നതല്ലേ? ഏത് വസ്തുവും അല്ലാഹു ഉണ്ടെന്ന് അറിയിക്കുന്നതല്ലേ? ഇവിടെ ഒരു സ്റ്റേജ് കാണുമ്പോൾ ഇവിടെ സ്റ്റേജ് കെട്ടിയവനുണ്ടെന്ന് അറിയിക്കുന്നില്ലേ? ഒരു ബിൽഡിംഗ് കാണുമ്പോൾ ഈ ബിൽഡിംഗ് നിർമ്മിച്ചവനുണ്ടെന്ന് അറിയിക്കുന്നില്ലേ? അങ്ങനെ ഏത് വസ്തു നോക്കിയാലും അതുണ്ടാക്കിയ ഒരാളുണ്ടെന്ന് അറിയിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ മനുഷ്യൻ നോക്കുന്ന കണ്ണും ചിന്തിക്കുന്ന മനസ്സും, അതേ കേൾക്കുന്ന കാതും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും, മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കാണുന്നതൊക്കെയും കേൾക്കുന്നതൊക്കെയും ചിന്തിക്കുന്നതൊക്കെയും സ്പർശിക്കുന്നതൊക്കെയും വാസനിക്കുന്നതൊക്കെയും കേൾക്കുന്നതൊക്കെയും ലോകത്തിന്റെ സൃഷ്ടാവുണ്ടെന്നതിന്റെ തെളിവുകളല്ലേ? ആ സൃഷ്ടാവിനെ അറിയാൻ കഴിയാത്തവൻ അവനല്ലേ കൂരിരുട്ടിലുള്ളവൻ? ആ സൃഷ്ടാവിനെ അറിയാൻ കഴിയാത്തവനല്ലേ തീരെ വെളിച്ചം കിട്ടാത്തവൻ? അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കൂരിരുട്ട്
അവിശ്വാസത്തിന്റെ കൂരിരുട്ടാണ് ദുൽമത്തുൽ കുഫർ. അതിന്റെ മറുഭാഗത്തുള്ളത് ഈമാനിന്റെ വെളിച്ചമാണ്. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ അവൻ ആ പ്രകാശത്തിലേക്ക് തിരിക്കുന്നു. ഇനി സഹോദരന്മാരെ, രണ്ടാമതായി ഞാൻ പറയട്ടെ, ഇരുട്ടിന്റെ കൂട്ടത്തിൽ വലിയ ഇരുട്ടാണ് വിവരക്കേട്. വിവരക്കേടെന്ന് പറയുന്നത് ഇരുട്ടാണ്. അതിന്റെ നേർ വിപരീതമുള്ളത് ഇൽമിന്റെ പ്രകാശമാണ്, വിജ്ഞാനത്തിന്റെ വെളിച്ചമാണ്. മറ്റൊരു ഇരുട്ടാണ് അക്രമം. അക്രമം എന്നതൊരു ഇരുട്ടാണ്. ദുൽമിന്റെ ദുൽമത്തത് വലുതാണ്. നീതി സത്യം എന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ്. അപ്പോൾ മനുഷ്യനെ നീതിയുടെ വെളിച്ചത്തിലേക്ക്, അക്രമത്തിന്റെ ഇരുട്ടിൽ നിന്ന് നീതിയുടെ വെളിച്ചത്തിലേക്ക്, അതേ അറിവുകേടിന്റെ ഇരുട്ടിൽ നിന്ന് വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക്, അതേ സത്യനിഷേധത്തിന്റെ അവിശ്വാസത്തിന്റെ ഇരുട്ടിൽ നിന്ന് വിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നൂറും മുബീനല്ലേ, വ്യക്തമായ വെളിച്ചമല്ലേ. ആ വെളിച്ചം അല്ലാഹു ജല്ല ജലാലുഹു ആ വെളിച്ചം ഇവിടെ നടപ്പാക്കി വെളിച്ചം കാണിക്കാൻ വേണ്ടി ആ നൂറായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ഗ്രന്ഥമല്ലേ പരിശുദ്ധ ഖുർആൻ. അതാണ് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാത്ത്. ഇരുട്ടുകളിൽ നിന്ന് ജനങ്ങളെ തങ്ങൾ പുറപ്പെടുവിച്ച് നൂറിലേക്ക്, പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള റബ്ബ് അങ്ങനെ എല്ലാ വിധത്തിലും മനുഷ്യനെ ശാരീരികമായും ആത്മീയമായും വളർത്തുന്ന റബ്ബ്, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും വളർത്തുന്ന റബ്ബ്, അവനെ സ്തുതിക്കുക തന്നെയല്ലേ ചിന്തിക്കുന്ന മനുഷ്യൻ വാസ്തവത്തിൽ ഏറ്റവും കൂടുതലായി ചെയ്യേണ്ടത്. സഹോദരന്മാരെ, അത് നമുക്ക് പലപ്പോഴും അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നുപോകും. കാരണം മനുഷ്യൻ പലപ്പോഴും നന്ദി കെട്ടവനാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ്. ചിന്തയില്ലാത്ത മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ്. നന്ദിയുള്ളവരോ അവരെപ്പോഴും അവർക്കെല്ലാം കൊടുത്ത രാജാവിനെ കുറിച്ച് എപ്പോഴും അവർ ചിന്തിക്കുന്നു. ആ രാജാവിനെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എത്ര ലാഭം കിട്ടുമ്പോഴും, എന്ത് നഷ്ടം വരുമ്പോഴും, ഏത് മുസീബത്തുണ്ടാകുമ്പോഴും, ഏത് നന്മകൾ ലഭിക്കുമ്പോഴും അവന്റെ നാവിൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് മനസ്സിൽ പൊങ്ങി വരുന്നു. എപ്പോൾ പൊങ്ങി വരുന്നു? അല്ലാഹുവിലുള്ള വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമാകുമ്പോൾ. കേട്ടിട്ടില്ലേ നിങ്ങൾ? അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ദിവസം ഒരു പർവ്വതത്തിന്റെ ഭാഗത്തുകൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശൈഖിനെ കാണുകയാണ്, ഒരു വലിയ മഹാനെ കാണുകയാണ്. പ്രായം വളരെ കൂടുതലുള്ള ഒരാള്. സുബ്ഹാനല്ലാഹ്, കണ്ണിന് കാഴ്ചയില്ല, അദ്ദേഹത്തിന് കാതിന് കേൾവിയില്ല. പിന്നെയോ 2 കൈകളും മുറിക്കപ്പെട്ടതാണ്, 2 കൈകളുമില്ല, കാല് രണ്ടും തീരെ ഇല്ല. പിന്നെയോ അദ്ദേഹത്തിന് തളർവാദം പിടിച്ചിട്ട് കിടക്കുകയാണ്. ആ മനുഷ്യന് ഇടക്കിടക്ക് ബോധക്ഷയമുണ്ടാകുന്നു. എന്റെ മാന്യ മുസ്ലിം സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്റെയും നിങ്ങളെയും മനസ്സ് സിട്ടാവായ റബ്ബിനെ സ്നേഹിക്കുന്ന മനസ്സാകണം. സിട്ടാവായ റബ്ബിലേക്ക് മനസ്സ് തിരിയണം. എപ്പോഴും പടച്ചവനെ സ്തുതിക്കുന്ന മനസ്സാകണം. എപ്പോഴും പടച്ചവനെ സ്തുതിക്കുന്ന നാവാകണം. എപ്പോഴും പടച്ചവനെ സ്തുതിച്ച് പറയുന്ന മനുഷ്യനാകണം. അതല്ലേ മുഅ്മിനായ മനുഷ്യൻ. അതിന് പകരം മനുഷ്യന്റെ സ്വഭാവം എന്താണ്? ചെറിയ തലവേദനയുണ്ടോ? കാണുന്നവരോടൊക്കെ എന്തൊരു തലവേദനയാണ്, സങ്കടം
പറയുകയാണ്, അല്ലേ എന്തെങ്കിലും ഒരു ചെറിയ ലാഭം കുറഞ്ഞിട്ടുണ്ടോ? കച്ചവടം വളരെ പോക്കാണ്. കച്ചവടം ഉള്ളതിനെ കുറിച്ച് പറയാറില്ല. അല്ല നിഅമത്ത് ചെയ്താൽ അതെടുത്ത് പറയില്ല. ചെറിയ മുസീബത്തുകൾ ഉണ്ടാകുമ്പോ അതിങ്ങനെ പാടി പറയുന്നവനല്ലേ മനുഷ്യൻ. വാസ്തവത്തിലെല്ലാം കൊടുക്കുന്നവൻ അള്ളയല്ലേ. ആ അള്ളാഹു തന്നതിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് മുസീബത്തുകൾ പരമാവധി മൂടി വെച്ച് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാതെ, ദുഃഖം അതാ പ്രകടിപ്പിക്കാതെ, മനക്കരുത്തോടുകൂടെ അല്ല തന്നത് വലുതാണ്, അല്ല തന്നുകൊണ്ടിരിക്കുന്നത് വലുതാണ്. എനിക്ക് കിട്ടിയതിനേക്കാൾ എത്രയോ കുറച്ച് കിട്ടിയവരില്ലേ, എനിക്ക് കിട്ടിയതുപോലെ കിട്ടാത്തവരില്ലേ എന്ന നിലക്ക് പടച്ചവനെ സ്നേഹിക്കുന്ന ചിന്ത, പടച്ചവനെ സ്തുതിക്കുന്ന ചിന്ത, അതല്ലേ മനസ്സിൽ മുഅ്മിനായ മനുഷ്യൻ വളരെ വളർത്തേണ്ടത്. അതിന് പകരം എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങൾ പാടിപ്പറയുന്ന സ്വഭാവം അത് മോശമല്ലേ? അതല്ലേ മഹാന്മാരായ സൂഫിയാക്കളും ആരിഫീങ്ങളും ഒക്കെ, മോനെ നീ ഒരു കംപ്ലൈന്റ് പറയുന്നവനാകല്ല, നീ പടച്ചവനെ സ്തുതിക്കുന്നവനായി ജീവിക്കൂ എന്ന് നമ്മോട് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. എപ്പോഴും നല്ല മനസ്സംതൃപ്തിയോടെ, മനസ്സമാധാനത്തോടെ മുഅ്മിനായ മനുഷ്യൻ ജീവിക്കുന്നു. കാരണം അവന് എന്ത് പ്രശ്നമുണ്ടായാലും അല്ല എനിക്ക് തന്നത് വലുതാണ്, ഇത്ര കൊടുക്കാത്തവരെത്രയുണ്ടെന്ന ചിന്തയാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മേലെയുള്ളവരിലേക്ക് നോക്കാതെ താഴെയുള്ളവരിലേക്ക് നോക്കണമെന്ന് എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയ്യത്ത് ചെയ്തു. സഹോദരന്മാരെ, താഴോട്ട് നോക്കണം. എനിക്ക് അല്ലാഹു തആല ഒരു കട്ടപ്പുര തന്നിട്ടുണ്ടല്ലോ. കട്ടപ്പുരയും ഇല്ലാത്ത എത്ര ആളുകളുണ്ട്. എന്നാൽ വീടില്ലാത്തവൻ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിലും റോട്ടിന്റെ പാർശ്വങ്ങളിലും ജീവിക്കുന്നവൻ, അവൻ ചിന്തിക്കണം, എനിക്ക് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാനുള്ള സൗകര്യം ഉണ്ടല്ലോ. തീരെ ഉറക്കു വരാതെ മാനസിക രോഗികളായിട്ട് അങ്ങാടിയിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന എത്ര ആളുകളുണ്ട്. അങ്ങനെ ഓരോരുത്തരും താഴോട്ട് നോക്കണം. അപ്പോഴാണ് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന്റെ വലിപ്പം കാണുക. നേരെ മറിച്ചു ആർക്കും മതിയാകുന്നില്ല. പണക്കാർക്ക് തീരെ മതിയാകുന്നില്ല, ആരോഗ്യമുള്ളവന് ആരോഗ്യം മതിയാകുന്നില്ല, മക്കളുള്ളവന് മക്കൾ മതിയാകുന്നില്ല, ഒന്നും മതിയാകുന്നില്ല, ഒരിക്കലും മതിയാകുന്നില്ല. മതിയാകാതെ അങ്ങ് ജീവൻ പോവും. ഒരിക്കലും മനസ്സമാധാനമില്ലാതെ ജീവൻ പോവും. ഈമാനില്ലാത്ത മനുഷ്യൻ. നേരെ മറിച്ച് ശരിയായ ഈമാനും തഖ്വയും ഇൽമുമുള്ള മനുഷ്യൻ, അവന് അല്ലാഹു കൊടുത്തത് വലുതാണ് വലുതാണെന്ന് ചിന്തിക്കുമ്പോ എന്തൊരു സമാധാനമാണ്, എന്തൊരു റാഹത്താണ്. മനസ്സിൽ എപ്പോഴും അവന്റെ മനസ്സിൽ കിട്ടുന്നൊക്കെ വലുതാണ് വലുതാണ് വലുതാണെന്ന ചിന്തയാണ്. ആ മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഓ മനുഷ്യ, ദുനിയാവും ആഖിറവും കിട്ടാനുള്ള വഴിയാ പറയുന്നത്. കുറെ പണമുള്ളത് കൊണ്ട് മനസ്സമാധാനം കിട്ടൂല, കുറെ അധികാരമുള്ളത് കൊണ്ട് മനസ്സമാധാനം കിട്ടൂല. മനസ്സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയണം. അള്ളാഹു തന്ന അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തയുള്ളവനാകണം. ആ ചിന്ത മനസ്സിലുള്ള മഹാന്മാരെ ചരിത്രങ്ങളിൽ നിന്ന് ബറക്കത്തിന് പറയുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിങ്ങനെ പോകുന്ന സമയത്ത് കണ്ട ശൈഖിന്റെ അവസ്ഥ എന്താണ്? കണ്ണിന് കാഴ്ചയില്ല, കാതിന് കേൾവിയില്ല, രണ്ട് കയ്യുമില്ല, കാലുമില്ല, തളർന്നു കിടക്കുന്ന ശരീരം, ഇടക്കിടക്ക് ബോധക്ഷയമുണ്ടാകുന്നു. അതോടുകൂടെ വലിയ കടന്നലുകൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ മാംസത്തിൽ ഇങ്ങനെ കടന്നൽ കുത്തുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പഴുത്തിട്ട് പുഴുക്കൾ ഇങ്ങനെ നെത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഇങ്ങനെ ദിക്ർ ചൊല്ലുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ദിക്ർ? അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. സർവസ്തുതി അല്ലാഹുവിനാണ്, സർവസ്തുതി അല്ലാഹുവിനാണ്, സർവസ്തുതി അല്ലാഹുവിനാണ് എന്നിങ്ങനെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഫാനി മിമ്മ ബതുലിയ ബിഹി കസീറുൻ മിൻ ഖൽഖിഹി. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് പല സൃഷ്ടികൾക്കും അല്ലാഹു കൊടുത്ത മുസീബത്ത് എനിക്കല്ല തന്നിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ പല സൃഷ്ടികൾക്കും അല്ലാഹു കൊടുത്ത മുസീബത്ത് അല്ലാഹു എനിക്ക് തന്നിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മെല്ലെ അദ്ദേഹത്തിന്റെ അടുക്ക പോയിട്ട് ചോദിച്ചു, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു,
അടുത്ത് എന്ന് ചോദിച്ചു, ദൂരെ എന്ന് ചോദിച്ചാൽ കേൾക്കുന്ന കേൾവി അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് ഞാൻ സമീപത്ത് എന്നിട്ട് ഉറക്കെ ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നു പലർക്കുമുള്ള മുസീബത്തൊന്നും അള്ളാഹ് എനിക്ക് തന്നിട്ടില്ല, അള്ളാഹു എനിക്ക് വലിയ സുഖം തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയുന്നു. ഈ എന്ത് വിഷയത്തിൽ നിന്ന്, ഏത് മുസീബത്തിൽ നിന്നാണ് അള്ളാഹ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് ചോദിച്ചു. കാരണം കയ്യും മുറിഞ്ഞിട്ടുണ്ട്, കാലും മുറിഞ്ഞിട്ടുണ്ട്, കാതിന് കേൾവിയില്ല, കണ്ണിന് കാഴ്ചയില്ല, എന്നിട്ട് ശരീരത്തിന് പുഴുങ്ങനെ നെത്തുന്നുണ്ട്, കടന്നലിങ്ങനെ കുത്തുന്നുണ്ട്, ഇടക്കിടക്ക് ബോധക്ഷയം ഉണ്ടാകുന്നുണ്ട്. ഈ മനുഷ്യനാണല്ലോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ ചോദിച്ചു, എന്ത് മുസീബത്തിലാണ് അല്ലാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തിയത്? അദ്ദേഹം ഉടനെ തന്നെ എന്നോട് പറയുകയാണ്, വല്ലാഹി മാജിദു ജമീഅൽ ബലായ ഇല്ലാ മുഹീത്തുൻ ബിക. ഞാൻ പറഞ്ഞു, അല്ലാഹനെ തന്നെ സത്യം, നിങ്ങളെ കൊള്ള നോക്കുമ്പോ എല്ലാ മുസീബത്തും നിങ്ങൾക്ക് ഇറങ്ങിയതല്ലേ കാണുന്നത്, എന്നിട്ട് പിന്നെ എന്ത് മുസീബത്തിൽ നിന്നാണ് അല്ലാഹു നിങ്ങൾക്ക് കാവല് തന്നു നിങ്ങൾ പറയുന്നത്? എന്നെക്കൊള്ള ഒരൊറ്റ നോട്ടം അദ്ദേഹം, ആ നോട്ടം നോക്കിയിട്ട് എന്നോട് പറയാണ്, വിവരം കെട്ട മനുഷ്യ പോടാ, അല്ലാഹു തആല എനിക്ക് തന്ന അനുഗ്രഹം നീ കണ്ടില്ല അല്ലേ, അല്ലാഹു എനിക്ക് തന്ന സുഖം നീ കണ്ടില്ല അല്ലേ? فإنه عافاني إذ أطلق لساني لسانا يوحده وقلبا يعرفه. എനിക്ക് അല്ലാഹു തആല അല്ലാഹുവിനെ അറിയാനുള്ള ഈമാനുള്ള മനസ്സ് തന്നില്ലേ? ആ പടച്ചവനെ പുകഴ്ത്തിയിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള നാവും തന്നില്ലേ? എനിക്കെന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിവരം, ഈമാനിന്റെ വെളിച്ചം തന്നില്ലേ? അവനെ പുകഴ്ത്തിയിട്ട് അൽഹംദുലില്ലാ പറയാനുള്ള നാവും അല്ലാഹു തആല തന്നില്ലേ? അതെ, അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ സെക്കൻഡിലും ആ അല്ലാഹുവിനെ ഓർമ്മിക്കുകയും ആ അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ പറയുന്നു. ഹമിദുലില്ലാഹി റബ്ബി ഇദ് ഹദാനി ഇലൽ ഇസ്ലാമി വദ്ദീനിൽ ഹനീഫി. ശരിയായ ഇസ്ലാം ദീനിലേക്കും, അതേ ഇസ്ലാമിലേക്കും ശരിയായ ദീനിലേക്കും എന്നെ എന്റെ റബ്ബ് സന്മാർഗത്തിലാക്കിയില്ലേ? ഞാൻ അവനെ സ്തുതിക്കുന്നു. ഫയദ്കുറുഹു ലിസാനി കുല്ല വഖ്തി വയഅരിഫുഹു ഫുആദി ബില്ലതീഫി. എന്റെ നാവ് കൊണ്ട് ഞാൻ ആ റബ്ബിനെ പുകഴ്ത്തി ഇങ്ങനെ ഓരോ സെക്കൻഡിലും പറയുന്നു. ഞാൻ ആ റബ്ബിനെ അറിഞ്ഞിട്ടുള്ള മനസമാധാനത്തോടെ എന്റെ റബ്ബിനിക്കെന്ത് മുസീബത്ത് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും മുസീബത്തല്ല, അതിനൊക്കെ പടച്ചവന്റെ അടുക്കൽ എനിക്ക് ദറജ കിട്ടും, കൂലി കിട്ടും, ആഖിറത്തിൽ പ്രതിഫലം കിട്ടും. ഏതായാലും ഞാൻ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് പുഴുക്കൾ തിന്നുപോകുന്ന ശരീരത്തിന്റെ ഉടമയല്ലേ? ശരീരം ഏതായാലും കെട്ടുനാറുന്നതല്ലേ? എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ വേർപെടുന്നതല്ലേ? ഇവിടെ കൈയായിട്ടുണ്ടെങ്കിലും കൈ ഒരു ദിവസം മുറിഞ്ഞു പോകുന്നതല്ലേ? എല്ലുകൾ ദ്രവിച്ചു പോകുന്നതല്ലേ? വാസ്തവത്തിൽ ഒരിക്കലും തന്നെ പിന്നീട് ദ്രവിക്കാത്ത വിധത്തിൽ, പിന്നീട് പുഴുക്കൾ വരാത്ത വിധത്തിൽ, പിന്നീട് ഒരു ശല്യവുമില്ലാത്ത വിധത്തിൽ എന്നെന്നും ജീവിക്കാനുള്ളൊരു ജീവിതം എനിക്ക് സന്തോഷത്തോടെ തരാൻ ആവശ്യമായ ഈമാനിന്റെ വെളിച്ചം എന്റെ രാജാവിന്റെ മനസ്സിൽ തന്നിട്ടില്ലേ? ഇവിടെ ഒരു ചുരുങ്ങിയ കാലഘട്ടം അങ്ങ് ജീവിച്ചു തീർന്നു പോകുന്നതല്ലേ? നിലനിൽക്കുന്ന ലോകം എനിക്കെന്നുമുള്ളതല്ലേ? ആ ലോകത്തേക്ക് ആവശ്യമായ അനുഗ്രഹം എനിക്കെന്റെ രാജാവ് തന്നിട്ടില്ലേ? ആ രാജാവിനെ പുകഴ്ത്തി പറയാനുള്ള നാവും ആരോഗ്യവും എന്റെ രാജാവ് തന്നിട്ടില്ലേ? ഞാൻ സന്തോഷവാൻ തന്നെ. നേരെ മറിച്ച് നല്ല ആരോഗ്യമുണ്ട്, പണമുണ്ട്, ഭംഗിയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അത് അവസാനിക്കാത്ത കാലം, അവസാനിക്കാത്ത ലോകം, അത് കോടിക്കോടി കൊല്ലമല്ല,
അതേ കോടിക്കോടി വർഷമല്ല, തീരാത്ത കാലമല്ലേ പാരത്രിക ലോകം. ആ ലോകത്ത് സുന്ദരമായി ജീവിക്കാൻ കഴിയാതെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഉരുണ്ട് മറിയേണ്ടി വരുന്ന സാഹചര്യമുള്ള കുഫറിന്റെ ഇരുട്ട്, അവിശ്വാസത്തിന്റെ ഇരുട്ട്, സത്യനിഷേധത്തിന്റെ ഇരുട്ട്, വിവരക്കേടിന്റെ ഇരുട്ട്, അത് അക്രമത്തിന്റെ ഇരുട്ട്. ആ ഇരുട്ടിൽ അല്ലാഹ് എന്നെ പെടുത്താതെ ഈമാനിന്റെ വെളിച്ചത്തിൽ പെടുത്തിയിട്ടില്ലേ? അദ്ദേഹം പിന്നെയും അൽഹംദുലില്ലാഹ് 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 എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലുകയാണ് ഉമ്മമാരെ. എപ്പോഴും മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവനാകണം. അല്ലാഹു ജല്ല ജലാലുഹു അവനെപ്പോഴും സ്തുതിക്കേണ്ടവനാണ് അവന്റെ അടിമ. പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള പ്രാർത്ഥന അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള പ്രാർത്ഥന അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്നതത്രേ. എന്താണ് അല്ലാഹുവിനെ സ്തുതിക്കുമ്പോൾ? ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നെ സ്തുതിക്കുമ്പോൾ ഞാൻ കൂടുതൽ തന്നുകൊണ്ടിരിക്കും എന്നല്ലേ? എനിക്ക് നന്ദി ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ തന്നുകൊണ്ടിരിക്കുമെന്നല്ലേ അല്ലാഹു പറഞ്ഞത്? അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ നന്ദി പ്രകടനമാണ്. അതിന് അനുസരിച്ച് അല്ലാഹു തആല കൂടുതൽ കൂടുതൽ ദുനിയാവും തരും, ആഖിറവും തരും. സഹോദരന്മാരെ, ചിലര് മനസ്സിന് ചെറിയ സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അപ്പൊ അൽഹംദുലില്ലാഹ് പറയും. എന്തൊക്കെ ഒരു ചെറിയ പ്രശ്നമായാൽ പിന്നെ അല്ലാഹനെ മറന്നുപോയി. അങ്ങനെയാകാൻ പാടില്ല. സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്ത്, ദുഃഖം വരാൻ സാധ്യതയുള്ള സമയങ്ങളിലും ഒക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കണം. ആ അനുഗ്രഹത്തിന് നന്ദി, ഏറ്റവും വലിയ നന്ദിയാണ് അൽഹംദുലില്ലാഹ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തൊരു സംസ്കാരമാണ് അറബികളുടെ സംസ്കാരം. നിങ്ങൾ മകൻ മരിച്ച ഉടനെ ഒരു ബാപ്പയോട് പോയിട്ട് അസ്സലാമു അലൈക്കും കൈഫ ഹാലക് ചോദിച്ചു നോക്കൂ, അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്തൊരു സംസ്കാരമാണ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച ആ ഈമാനിന്റെ വെളിച്ചം അവരുടെ നാവിലൂടെ എപ്പോഴും പുറത്തു വരും. നമ്മളെ ഹാൽ എന്താണ്? നമ്മൾ എല്ലാ സുഖവും ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെയാ വിവരം? ഒരുവിധം തിരക്കേടില്ല. എങ്ങനെ? എല്ലാ നിയമത്തും അല്ലാഹ് ചെയ്തിട്ട് സുഖസുന്ദരമായി ജീവിക്കുമ്പോ പോയി ചോദിച്ചാല് അങ്ങനെയാ പറയൂ, ഒരുവിധം തിരക്കുള്ള. വേറെ ചിലര് അങ്ങനെ പോന്നു, താട്ടി പൊട്ടി പോന്നു. ഇത്ര നന്ദി കെട്ട വർത്തമാനം. നേരെ മറിച്ച് അറബികളുടെ സംസ്കാരം നോക്ക്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംസ്കാരം. ഏത് സന്ദർഭത്തിൽ പോയി ചോദിച്ചാൽ കൈഫ ഹാലക്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് ദുനിയാവിലും നിഅമത്ത് ചെയ്തു, ആഖിറത്തിലും നിഅമത്ത് കിട്ടാൻ അവർ അർഹരല്ലേ? അൽഹംദുലില്ലാഹ് എപ്പോഴും പറയണം മനുഷ്യൻ, അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കുക. അത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അഹ്മദുൽ ഹാമിദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ഒരു പേര് തന്നെ കൊടുത്തിട്ടുള്ളത് ഖുർആനിൽ നിങ്ങൾ ഓതിയില്ലേ, വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അതേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം വിവരം മറ്റുള്ളവർക്ക് അറിയിക്കുന്നു, ഒരു വലിയ റസൂല് വരാനുണ്ട്. യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ആ റസൂലിന്റെ പേര് അഹ്മദ് എന്നാണ്. അഹ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ആള്, അല്ലാഹുവിനെ ഏറ്റവും സ്തുതിച്ചിട്ടുള്ള ആള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹുവിനെ സ്തുതിച്ചിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങളും അവിടുത്തെ കൊടി കീഴിലാണ്. ആ കൊടിയുടെ പേര് തന്നെ ലിവാഉൽ ഹംദ് എന്നാണ് കേട്ടോ. സ്തുതിയുടെ പതാക. ലോകത്ത് ഏറ്റവും വലിയ സ്തുതിച്ചിട്ടുള്ള മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിക്കുന്ന ആഖിറത്തിലുള്ള പതാക, ആ പതാകയുടെ പേര് തന്നെ ലിവാഉൽ ഹംദ്, സ്തുതിയുടെ പതാക.
പതാക. അങ്ങനെ സ്തുതിയുടെ പതാകവാഹകനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് അല്ലാഹുവിനെ സ്തുതിച്ചിട്ടുള്ള അവന്റെ അടിമകൾ അവരെല്ലാവരും, അതിലെല്ലാ അമ്പിയാക്കളുമുണ്ട്, എല്ലാ ഔലിയാക്കളുമുണ്ട്, എല്ലാ ആലിമീങ്ങളുമുണ്ട്, എല്ലാ മുഅ്മിനീങ്ങളുമുണ്ട്, മുഅ്മിനാത്തുകളുമുണ്ട്. അല്ലാഹുവിനെ സ്തുതിക്കുന്ന മഹാന്മാര് മുഴുവനും ഏറ്റവും സ്തുതി നടത്തിയിട്ടുള്ള നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്തുതിയുടെ പതാക എന്ന പേരിൽ പറയപ്പെടുന്ന ലിവാഉൽ ഹംദിന്റെ കീഴിൽ അല്ലാഹു കൊണ്ടുപോയി അല്ലാഹുവിനെ സ്തുതിച്ച മുഴുവൻ ആളുകളെയും നിർത്തുന്നു. അതല്ലേ ലിവാഉൽ ഹംദിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടിത്തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. സഹോദരന്മാരെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഹംദ് ചെയ്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ ഉമ്മത്തുകൾക്ക് ഒരു പേരുണ്ട്, ഹമ്മാദീങ്ങൾ എന്നാണ് പേര്. ഹദീസിൽ തന്നെ കാണാം, അന്ന ഉമ്മത്തഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ ഹമ്മാദീങ്ങളാണ്. പടച്ചവനെ ധാരാളം സ്തുതിക്കുന്ന ആളുകളാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ, പടച്ചവനിലേക്ക് ധാരാളം ഖേദിച്ചു മടങ്ങുന്നവർ. അൽ ആബിദൂൻ, അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്നവർ. അൽ ഹാമിദൂൻ, പടച്ചവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവർ. അങ്ങനെയാണല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകൾ ഈമാനും തഖ്വയുമുള്ള ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പതിവ് സന്തോഷം വന്നാൽ അവിടുന്ന് പറയും, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. സർവസ്തുതിയും അല്ലാഹുവിനാണ്, അവന്റെ അനുഗ്രഹം കൊണ്ടാണ് നല്ല കാര്യങ്ങളൊക്കെ പൂർണ്ണമാകുന്നതെന്ന് പറയും. എന്നാൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിന് ചെറിയ വിഷമമുള്ള കാര്യം വന്നാൽ അവിടുന്ന് പറയും, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സർവ അവസ്ഥയിലും സർവസ്തുതിയും അല്ലാഹുവിന് തന്നെ. മറ്റൊരു റിപ്പോർട്ട്, റബ്ബി അഊദു ബിക മിൻ ഹാലി അഹ്ലിൻ നാർ, ഏറ്റവും മോശമായ അവസ്ഥയുള്ളത് നരകക്കാർക്കാണല്ലോ. അവരുടെ അവസ്ഥയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. മറ്റുള്ളവരുടെ എല്ലാ അവസ്ഥകളും സന്തോഷമുള്ളത് തന്നെ, വിഷമമുള്ള അവസ്ഥ നരകക്കാരുടേത് തന്നെ. അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് കാവല് ചോദിക്കുന്നു അല്ലാഹ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അതാ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന സ്ഥലത്തും ഇന്ന അവ്വലമാ യുദ്ആ ഇലൽ ജന്നത്തി യൗമൽ ഖിയാമത്തി അല്ലദീന യഹ്മിദൂന അല്ലാഹ തആല ഫിസ്സറാഇ വദ്ദറാ. സന്തോഷമുള്ള സമയത്തും പടച്ചവനെ സ്തുതിക്കുന്നവനാകണം, ദുഃഖമുള്ള സമയത്തും പടച്ചവനെ സ്തുതിക്കുന്നവനാകണം. അങ്ങനെ സ്തുതിക്കുന്ന ആളുകളെയാണ് സ്വർഗത്തിലേക്ക് പ്രത്യേകമായി വിളിക്കപ്പെടുന്നത്, ആദ്യമായി വിളിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് ഹദീസ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അൽഹംദു ശുക്രി, അല്ലാഹുവിനെ സ്തുതിക്കുക എന്നത് അത് അല്ലാഹുവിന് ചെയ്യുന്ന നന്ദിയുടെ ഹെഡാണ്, തലയാണ് കേട്ടോ.